അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നാം സൂറത്തുൽ ഫാത്തിഹയിലെ 5, 6 ആയത്തുകളാണ് പാരായണം ചെയ്യുന്നത്. നമുക്ക് ഒന്നിച്ച് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇയ്യാക നഅ്ബുദു. അവിടെ ഐൻ സുക്കൂനാണല്ലോ, ആ സുക്കൂൻ സൈലൻ്റ് ആണ്. സുക്കൂൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സൈലൻ്റ് എന്നാണ്. അപ്പോൾ അവിടെ ന എന്ന് വ്യക്തമായിട്ട് പറയേണ്ടതില്ല, നഅ്ബുദു അത്രയേ ഉള്ളൂ. വ ഇയ്യാക നസ്തഈൻ, നസ്തഈൻ അങ്ങനെയാണ്. അടുത്ത ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, എന്നാണ്. അവിടെ ഖുർആൻ നോക്കിയാൽ അലിഫിന് കെസ്റ് കൊടുത്തിട്ടില്ല അല്ലേ? പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത്? മുകളിൽ ഒരു സ്വാദ് എന്ന അക്ഷരത്തിൻ്റെ പകുതി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഇ എന്ന് ഉച്ചരിക്കണം. എന്നാൽ അതിൻ്റെ നിയമം അനുസരിച്ച് അവരങ്ങനെ ഒരു ചിഹ്നം കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാം? ആ അലിഫിൻ്റെ പേര് ഹംസത്തുൽ വസ്ൽ എന്നാണ്. ചേർന്ന് വരുമ്പോൾ ഉച്ചാരണം ഇല്ലാതെയാവും. ഉദാഹരണത്തിന് ഒരാൾ ചേർത്തോതാണ് ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അപ്പോൾ നുഹ്ദിന എന്നായിട്ട് മാറി. നൂനിൻ്റെ കൂടെ അടുത്ത ആയത്ത് കണക്ട് ചെയ്തപ്പോൾ നസ്തഈനുഹ്ദിന എന്നായിരിക്കും വായിക്കാം. മുറിച്ച് വായിക്കുമ്പോൾ ഈ കൊണ്ട് തന്നെയാണ് തുടങ്ങുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഒന്ന് പാരായണത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ പാരായണം കൂടുതൽ ഭംഗിയായിട്ട് മാറും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച എന്തായിരുന്നു? എന്തുകൊണ്ട് അള്ളാഹുവെ സ്തുതിക്കണം, അതിൻ്റെ കാരണങ്ങളാണ് പഠിച്ചത് അല്ലേ? 4 കാരണങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, അർ റഹ്മാനാണ്, അർ റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. അതുകൊണ്ട് അവനാണ് സർവസ്തുതി. ഇനി നമ്മൾ അള്ളാഹുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പോവാണ്. അള്ളാഹു സ്തുതിച്ചാൽ മാത്രം പോരല്ലോ, അള്ളാഹുവിനെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കൂടി വേണം. അത് നമ്മൾ സ്വയം ഇവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതാണ് നമസ്കാരത്തിലേക്ക് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കോൺട്രാക്റ്റ്? ഇയ്യാ മാത്രം, ക നീ, ഇയ്യാക്ക നീ മാത്രം, അല്ലെങ്കിൽ നിന്നെ മാത്രം, നിനക്ക് മാത്രം, നിന്നോട് മാത്രം എന്നൊക്കെ ആവാം. ഇയ്യാക്ക നിന്നെ മാത്രം, നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ അതോടൊപ്പം, ഇംഗ്ലീഷിൽ ആൻഡ് എന്നുള്ള വാക്കിന് പകരമാണ് വാവ്. വ ഇയ്യാക്ക നിന്നോട് മാത്രം, നസ്തഈൻ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പോൾ 2 കോൺട്രാക്റ്റാണ് അല്ലേ? ഇയ്യാക നഅ്ബുദു ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു, വ ഇയ്യാക നസ്തഈൻ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുകയും ചെയ്യുന്നു. വളരെ വ്യക്തതയുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ ഇതിൻ്റെ ആശയം? ഇയ്യാക നഅ്ബുദു ഞങ്ങൾ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നു. എന്താ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അബ്ദ് നമുക്കറിയാം, അബ്ദുള്ള എന്നൊക്കെ പേരില്ലേ? അള്ളാഹുവിൻ്റെ ദാസൻ എന്നാണ് അർത്ഥം. അതേപോലെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ നമ്മൾ ആരാധന എന്ന് പറയും മലയാളത്തിൽ. ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ വരിക? പ്രയർ ആണ് വരിക അല്ലേ? നമസ്കാരം ഒരു ആരാധനയാണ്. ഒരു നിശ്ചിത സമയത്ത് നടക്കുന്ന ഒരു കർമ്മമല്ലേ ഈ ആരാധന. ഒരാൾക്ക് 5 നേരം നിസ്കരിക്കാൻ എത്ര സമയം വേണം? പരമാവധി സമയം എടുത്താൽ ഒരു 2 മണിക്കൂർ കൊടുക്കാം. എങ്കിൽ ബാക്കി
22 മണിക്കൂറുണ്ടല്ലോ അയാളുടെ ലൈഫിൽ ഒരു ദിവസം. ആ 22 മണിക്കൂർ അയാൾക്ക് എന്തും ചെയ്യാവോ? അള്ളാഹുവിനുള്ള 2 മണിക്കൂർ കൊടുത്തു, ബാക്കി എനിക്ക് അടിച്ചു പൊളിക്കാം, അങ്ങനെയാണോ? അല്ല. മറിച്ച് ഈ നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരത്തിനിടയിലുള്ള സമയവും അള്ളാഹു ഇഷ്ടപ്പെടും പോലെ മാത്രം ഞാൻ ജീവിക്കാൻ പാടുള്ളൂ. ഞാൻ ഓൺലൈനിലാണെങ്കിൽ, മൊബൈലിലാണെങ്കിൽ, അല്ലെങ്കിൽ ടാബൊക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടണം, അല്ലേ? വെറുതെ ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായ സംഗതിയൊക്കെ കണ്ട് സമയം കളയാവോ? പാടില്ല. ഞാൻ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നുണ്ട്, പിന്നെന്താ പ്രശ്നം? അങ്ങനെയല്ല. അപ്പോൾ ആരാധന മാത്രമല്ല ഇബാദത്ത്. പിന്നെയോ? പിന്നെ എന്താ അതിലുള്ളത്? അതിൽ അനുസരണമുണ്ട്. ആരനുസരിക്കണം? അള്ളാഹുവിനെ അനുസരിക്കണം ഓരോ കാര്യങ്ങളിലും. അതാരാ പറഞ്ഞു തരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. എങ്ങനെയാണ് ഓരോ കാര്യവും? നഖം വെട്ടുന്നത് മുതൽ, മുടി മുറിക്കുന്നത് മുതൽ, ഡ്രസ്സ് ചെയ്യുന്നത് മുതൽ, ഭക്ഷണം കഴിക്കൽ, വെള്ളം കുടിക്കൽ, ഉറങ്ങൽ, ഉണരൽ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു പറഞ്ഞു തരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുമ്പിൽ അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു തരും, അല്ലേ? ആ നിലയ്ക്ക് അവനെ അനുസരിക്കണം എന്നുള്ളതാണ്. പിന്നെന്താ അതിലുള്ളത്? അവന് അടിമപ്പെടണം. അവൻ്റെ അടിമയാകുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നമ്മളങ്ങനെ ആരുടെങ്കിലും അടിമയാകാൻ പാടുണ്ടോ? പാടില്ല. ഒരിക്കലും മനുഷ്യൻ്റെ അടിമയാകരുത്. അതുകൊണ്ടാണല്ലോ അടിമത്വം പാടില്ല, അടിമത്വം നിരോധിക്കണം എന്നൊക്കെ നമ്മൾ പൊതുവെ പറയാറില്ലേ? മനുഷ്യൻ്റെ അടിമയാകാൻ പാടില്ല ഒരു നിലക്കും. പക്ഷേ തൻ്റെ ഉടമസ്ഥൻ്റെ, സാക്ഷാൽ അള്ളാഹുവിൻ്റെ അടിമയാകാൻ പാടില്ലേ? അള്ളാഹുവിൻ്റെ അടിമയായിട്ടാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്, അല്ലേ? ഭയങ്കര ശക്തിയുള്ള സൂര്യൻ ആര് പറയുന്ന അനുസരിച്ചാണ് ഉദിക്കുന്നത്, അസ്തമിക്കുന്നതൊക്കെ? അള്ളാഹു പറയുന്ന അനുസരിച്ചാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ആകാശവും ഭൂമിയും കടലും കരയും എല്ലാം അള്ളാഹുവിനെ അനുസരിക്കുന്നു, അള്ളാഹുവിൻ്റെ അടിമകളാണ്. എങ്കിൽ കുഴപ്പമില്ല, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനും അള്ളാഹുവിൻ്റെ അടിമയാണ്. കാരണം എന്നെ സൃഷ്ടിച്ചത്, എനിക്ക് കഴിവുകളൊക്കെ തന്നത് എല്ലാം അള്ളാഹുവാണ്. അപ്പോൾ അള്ളാഹു പറയുമ്പോൾ ഞാനും ജീവിക്കും. അല്ലെങ്കിൽ നമുക്കതേ കഴിയുള്ളൂ. ഇപ്പോൾ കണ്ണ് നമ്മൾ സൃഷ്ടിച്ചതല്ല, അള്ളാഹു തന്നതാണ്. എനിക്ക് കണ്ണുകൊണ്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അത് ശരിക്കും ഒരു അടിമത്വമല്ലേ? മൂക്ക് കൊണ്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ അതിനാൽ എൻ്റെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളിലും ഞാൻ അള്ളാഹുവിനെ തന്നെയാണ് അനുസരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫിംഗർ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അത് ഞാൻ കാണാൻ പാടുള്ളതാണോ പാടില്ലാത്തതാണോ, അല്ലേ? അപ്പോൾ അതിനെ അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യണം. ഇയ്യാക നഅ്ബുദു. കാരണം നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതാണ്. പടച്ചോനെ, നിനക്ക് മാത്രമാണ് ആരാധന, നിനക്ക് മാത്രമാണ് അനുസരണം, നിനക്ക് മാത്രമാണ് അടിമത്തം. അങ്ങനെയാണ് ഒപ്പിട്ട് കൊടുത്തത്. പിന്നെ പറയാണ് വ ഇയ്യാക, നിന്നോട് മാത്രം, നസ്തഈൻ, ഞങ്ങൾ സഹായം തേടുന്നു. ആന യുഈനു, സഹായിച്ചു എന്നാണ്. ഇസ്തആന, സഹായം തേടി എന്നാണ് അർത്ഥം. എല്ലാ കാര്യത്തിനും അള്ളാഹുവോടാണ് സഹായം തേടുക. അങ്ങനെ തന്നെ അല്ലേ? ആണോ? ഇപ്പം നമ്മൾ അസുഖം വന്ന ഡോക്ടറെ അടുത്തല്ലേ പോവുക? അപ്പോൾ ഡോക്ടറോട് സഹായം തേടിയില്ലേ? ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയതാണോ? അല്ല, ഏതോ ഒരു മില്ലിൽ ഏതോ ഒരു തൊഴിലാളി ചെയ്താണ്, വേറെ ഏതോ ഒരു ടൈലർ തയ്ച്ച് തന്നതാണ്, അല്ലേ? അപ്പം ഞാൻ അയാളുടെ സഹായം തേടിയില്ലേ? ഇങ്ങനെ സഹായം തേടുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? അല്ല. അവിടെ ശരിക്കും നമ്മുടെ മുമ്പിൽ ഒരു കോസ് ഉണ്ട്, അല്ലേ? ഞാൻ അതിന് പകരം അയാൾക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും, എന്നിട്ട് അയാളിൽ നിന്ന് സ്വീകരിച്ചാണ്. ഇതിനപ്പുറമുള്ള സഹായം തേടലുണ്ട്, അല്ലേ? ഇപ്പോൾ രോഗം വന്നു, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്നു. ഡോക്ടർ കുറേ കാലം ശരീരശാസ്ത്രം പഠിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ചികിത്സിക്കും, അയാൾക്ക് നമ്മൾ ഫീസ് കൊടുക്കും. പക്ഷെ രോഗം മാറ്റുന്നതാരാ? ഡോക്ടറാണോ? അള്ളാഹുവാണ് മാറ്റുന്നത്, അല്ലേ? ഇങ്ങനെയാണ് അള്ളാഹുവുമായിട്ടുള്ള സഹായം ചോദിക്കൽ. അപ്പോൾ ശരിക്കും സഹായം തേടേണ്ടത് അള്ളാഹുവോടാണ്. അള്ളാഹുവെ, അസുഖം മാറ്റിത്തരണമേ. ഞാൻ ഇന്ന ഡോക്ടറുടെ ചികിത്സയിലാണ്, പക്ഷെ അസുഖം മാറ്റുന്നത് നീയാണ്. ഡോക്ടർ അതിൻ്റെ ഒരു കോസാണ്, ഒരു കാരണം, ഒരു നിമിത്തം മാത്രമാണ്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത ഒരാളോടും സഹായം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇയ്യാക നസ്തഈൻ, അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും ആളുകൾ മറ്റു പലരെയും വിളിച്ച് തേടുന്നൊക്കെ കാണാം, അല്ലേ? ഇന്ന ആളുടെ ബർക്കത്ത് കൊണ്ട്
എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് തരണമേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കൂലേ? അങ്ങനെ ചെയ്യാൻ ശരിക്കും ഇസ്ലാമിൽ അനുവാദമില്ല. നേരിട്ട് അള്ളാഹുമായിട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ കണക്ഷൻ. ഉദ്ഉ ലി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിക്കൂ, എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു വാക്ക് തരുന്നു. ഫ ഇന്നി ഖരീബ്, ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, വളരെ അടുത്തുണ്ട്, അതിനാൽ എന്നോട് നേരിട്ട് തന്നെ സംസാരിച്ചോളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അത് വൈകല്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ 2 കോൺട്രാക്റ്റാണ് അല്ലേ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ ആയത്തിലൊരു പ്രത്യേകത ഉണ്ട്. പെട്ടെന്നൊരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ്? ഇതുവരെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുവിനെ അവൻ 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 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ റബ്ബുൽ ആലമീൻ, അവൻ അർ റഹ്മാൻ, അവൻ അർ റഹീം, അവൻ മാലിക് യൗമിദ്ദീൻ. പെട്ടെന്ന് ഇവിടെ എന്താ സംഭവിച്ചത്? 5-ാമത്തെ ആയത്തിൽ ഇയ്യാക, നിനക്ക് മാത്രം ഞാൻ ഇബാദത്ത് ചെയ്യും, നിന്നോട് മാത്രം സഹായം തേടും. അവൻ എന്ന് പറയുമ്പോൾ ഞാനും നീയും അല്ല, തേർഡ് പേഴ്സൺ ആണ് അവൻ, അല്ലേ? ഇവിടെ ഇല്ലാത്തൊരാളല്ലേ അവൻ എന്ന് പറയാം. നീ എന്ന് പറയുമ്പോൾ സെക്കൻഡ് പേഴ്സൺ ആണ്, ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആണ്, നീ സെക്കൻഡ് പേഴ്സൺ ആണ്. അപ്പം ഞാനും നീയും എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ആദ്യം അള്ളാഹുവിനെ അവൻ എന്നാണ് പറഞ്ഞത്, ഇവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് നീ ആയിട്ട് മാറിയിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഫാത്തിഹ ഓതുമ്പോൾ അവൻ അവൻ എന്നൊരാളെ കുറിച്ച് പറയുമ്പോൾ അയാൾ പെട്ടെന്ന് നീ ആവുന്നത് എങ്ങനെയാ? ഒന്നുകിൽ അയാൾ പെട്ടെന്ന് വണ്ടി എടുത്ത് നമ്മുടെ മുമ്പിലേക്ക് വരണം, ഓ നിന്നെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് 100 ആയുസ്സാണെന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും എന്താ അവിടെ സംഭവിച്ചതെന്നറിയോ? നമസ്കാരത്തിലൊക്കെ നമ്മൾ ഈ സൂറ ഓതുമ്പോൾ എന്തൊക്കെയോ തിരക്കിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ നിസ്കരിക്കാൻ പോകില്ലേ, അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അള്ളാഹുവിന് എന്നെ സ്തുതി, അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ പരമകാരുണികൻ, അവൻ കരുണാനിധി, അവൻ പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ. ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുകയാണ്, അവൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ, അല്ലേ? ശരിക്കും നമ്മളിങ്ങനെ ഉയർന്നുയർന്ന് അവൻ്റെ അടുക്കലേക്ക് ചെന്നെത്തുകയാണ്. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല വിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്നുയർന്ന് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്താണ്. അപ്പോഴാണ് പറയുന്നത് ഇയ്യാക, നിനക്ക് മാത്രം നഅ്ബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ നിസ്കരിക്കുമ്പോൾ? അതല്ലെങ്കിൽ കൈകെട്ടിയാൽ വേറെ എന്തൊക്കെയോ ആലോചനകളാണ്, അടുത്ത പീരീഡിനെ കുറിച്ച്, അടുത്ത എക്സാമിനെ കുറിച്ച്, അല്ലേ? പിന്നെ കളിക്കാൻ പോകുന്നതിനെ കുറിച്ച്, ഇങ്ങനെ പലതരം ചിന്തകൾ മനസ്സിൽ വരും. അങ്ങനെ അറിയാതെ സലാം വീട്ടിൽ പോകും. പക്ഷെ ഇന്ന് നിങ്ങളൊന്ന് ബോധപൂർവ്വം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കോ. നിസ്കരിക്കുമ്പോൾ ഇയ്യാക എന്ന് പറയുമ്പോൾ ഞാനും നീയും എന്ന നിലയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കാം. ഓ, വല്ലാത്ത സംഭവമായിരിക്കും അത് ശരിക്കും. ആ ഒരു സന്ദർഭമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജില്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഭൂമിയിൽ നിന്ന് ഉയർന്ന് 7 ആകാശം വരെ അള്ളാഹുവിൻ്റെ സവിധത്തോളം ചെന്നെത്തിയില്ലേ, അങ്ങനെ ഒരു പോക്കാണത്. വല്ലാത്ത അനുഭൂതിയാണ്. അപ്പോഴാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അപ്പോൾ ശരിക്കും ആ കോൺട്രാക്റ്റ് ഭൂമിയിൽ വച്ചല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലെത്തിയിട്ട് അവിടെ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ മൈൻഡിന് അങ്ങനെയൊക്കെയുള്ള കഴിവില്ലേ, നമുക്ക് ഒരുപാട് സങ്കല്പിക്കാൻ കഴിയും, ഒരുപാട് സ്വപ്നം കാണാൻ കഴിയും. അപ്പം ഞാനിങ്ങനെ ഉയർന്നുയർന്ന് ഇപ്പം അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഇയ്യാക, അതിനാൽ നിനക്ക് മാത്രമാണ് അള്ളാഹു ഞാൻ ഇബാദത്ത് ചെയ്യുക, നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടൂ, എനിക്ക് എന്ത് പരീക്ഷണം വന്നാലും നീ അല്ലാത്ത ഒരാളുടെ മുമ്പിലും ഞാൻ ഒരിക്കലും ചെല്ലുകയില്ല. ഇങ്ങനെയൊന്നും പറഞ്ഞു നോക്കുക, വല്ലാത്ത സംഭവമായിരിക്കും. അതാണ് ശരിക്കും ഈ ആയത്തിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കണം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഈ സൂക്തത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? ഞങ്ങൾ എന്നാ പറഞ്ഞത്. ഞങ്ങൾ നിനക്ക് ഇബാദത്ത് ചെയ്യുന്നു, അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ പാതിരാത്രി എഴുന്നേറ്റ് ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഞാൻ എന്ന് പറയില്ല. ഈ ആയത്ത് നഅ്ബുദു, ഞങ്ങൾ എന്നാണ്.
കാരണം നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, നമ്മളൊരു സമൂഹമാണ്, ഒരു സംഘമാണ്. ഇപ്പോൾ ക്യൂ സ്പോട്ടിലെ എല്ലാവരും ഒരൊറ്റ സമൂഹമാണ്. നമ്മൾ ഒന്നിച്ച് ഖുർആൻ പഠിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ആ ഒരു സാമൂഹ്യ ബോധം കൂടി അതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 കോൺട്രാക്റ്റുകൾ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നല്ല മക്കളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.